സ്വന്തം പുത്രന്റെ മരണത്തെ നേരിൽ കണ്ട പരിശുദ്ധ അമ്മയെപ്പോലെ അകാലത്തിൽ പൊലിഞ്ഞ 3 മക്കളുടെ മരണത്തെ നേരിടേണ്ടി വന്ന ഒരു പിതാവ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ എങ്ങനെ ഇതിനെ നേരിടാൻ സാധിച്ചുവെന്ന് നമുക്ക് കേൾക്കാം. ഡോക്ടർ ജോർജ് സാമുവൽ. ഞാൻ ജോർജ് സാമുവൽ. എൻ്റെ പശ്ചാത്തലം അണുശക്തി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഗവേഷണത്തിലായിരുന്നു. റേഡിയോ ഐസോട്ടോപ്സ് ഉപയോഗിച്ച് രോഗങ്ങൾ നിർണ്ണയിക്കുന്നതിനും രോഗങ്ങൾക്ക് ചികിത്സ നിർദ്ദേശിക്കുന്നതിനുമുള്ളതായ ഗവേഷണങ്ങളിലായിരുന്നു ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. ബോംബെയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാലിഫോർണിയയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ലോകാരോഗ്യ സംഘടനയിലൂടെയും ഐക്യരാഷ്ട്ര സംഘടനയിലൂടെയും മറ്റ് യൂണിവേഴ്സിറ്റികളിൽ കൂടെയും ഒക്കെ വിവിധ രാജ്യങ്ങളിൽ പോയി സേവനം ചെയ്യുവാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യ കോളേജ് അധ്യാപികയായിരുന്നു. ദൈവം ഞങ്ങൾക്ക് 4 കുട്ടികളെയാണ് നൽകിയത്. 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. പക്ഷേ 3 ആൺകുട്ടികളും മാരക രോഗികളായിട്ടാണ് ജനിക്കുന്നത്. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന രോഗം, അത് ശ്വാസകോശത്തെ ബാധിക്കുന്നു, ഭക്ഷണം ആഗിരണം ചെയ്യുന്നതിനെ ബാധിക്കുന്നു, അതുപോലെ ചൂട് ഉഷ്ണവും സഹിക്കാനുള്ളതായ പ്രയാസം. ഏത് സമയത്തും അവർ മരണത്തെ മല്ലിട്ടുകൊണ്ടുള്ളതായ ജീവിതമായിരുന്നു. മാത്രമല്ല, ലോകത്തിൽ ഇതുവരെയും യാതൊരു ചികിത്സയും ഈ രോഗത്തിന് കണ്ടുപിടിച്ചിട്ടില്ല എന്നും കുഞ്ഞുങ്ങൾ ആശുപത്രിയിലാക്കിയാൽ മറ്റു രോഗികളുടെ രോഗം കിട്ടാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ഭവനത്തിലാക്കുന്നതാണ് നല്ലതെന്നും ഏതായാലും അവർ മരിക്കുകയാണ്. അങ്ങേയറ്റം അവർ 19 വയസ്സ് വരെ എത്തിയേക്കും. ഇപ്രകാരം പറഞ്ഞതായ അവസരത്തിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ തീരുമാനിച്ചു, ഏതായാലും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അങ്ങ് ചെയ്യുക. ഭവനത്തിലാണെങ്കിൽ ഞങ്ങൾ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. എൻ്റെ ഭാര്യ അവരുടെ കൂടെ 24 മണിക്കൂറും ചിലവഴിച്ചു. അങ്ങനെ 28.5 വർഷക്കാലം അവരോടുകൂടെ ഇരുന്ന് ശുശ്രൂഷിച്ചതിന് ശേഷം രോഗിയായിട്ട് എൻ്റെ ഭാര്യ മരിച്ചു. എൻ്റെ ഭാര്യ മരിച്ച ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പെട്ടെന്ന് തലച്ചോറിൽ രക്തം ഇറങ്ങി മരിച്ചു. അത് കഴിഞ്ഞ് 79 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് മരിച്ചു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മകൻ റോണി മരിച്ചു. പിന്നെ 2 വർഷം കഴിഞ്ഞാണ് മൂത്ത മകൻ ജോണി മരിക്കുന്നത്. നേരത്തെ വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ ഒരു കുട്ടി ചെറുപ്പകാലത്തെ മരിച്ചു പോയിരുന്നു. അങ്ങനെ മരണത്തിൻ്റെ ഒരു പരമ്പര ഈ വർഷക്കാലങ്ങളൊക്കെ ഞങ്ങൾ അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. വലിയ വേദനയാണ്. മരണമെന്ന വേർപാട് വളരെയധികം വേദനയുളവാക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ വേദനയെ അതിജീവിക്കത്തക്ക രീതിയിലുള്ളതായ ദൈവകൃപ നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് നിലനിൽക്കുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. അതിൻ്റെ യഥാർത്ഥ അർത്ഥം എനിക്ക് പിടികിട്ടിയത്, എന്നെ ശക്തനാക്കുക എന്നുള്ള കാര്യത്തിൽ ഒരൊറ്റ കാര്യത്തിൽ പോലും പിന്നോക്കം നിൽക്കാത്തവനായ കർത്താവ് എനിക്കുള്ളത് കൊണ്ട് എനിക്കെല്ലാം സഹിക്കുന്നതിനും വഹിക്കുന്നതിനും കൂടെ എന്നെ ശക്തനാക്കുന്നു. നിൻ്റെ ആൺമക്കൾ മാരക രോഗികളാണ്, അവർ താമസിയാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും എന്ന വൈദ്യശാസ്ത്രം പറയുമ്പോൾ ഒരൊറ്റ കാര്യത്തിൽ പോലും പരാജയപ്പെടാത്തവനായ കർത്താവ് എന്നെ അങ്ങനെയുള്ള കാര്യം സഹിക്കുന്നതിന് കൂടെ ശക്തനാക്കുന്നു എന്നുള്ളതായ ചിന്ത എനിക്ക് ഒരു വലിയ വാഗ്ദത്തമായിട്ടാണ് ലഭിച്ചത്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഏറ്റവും ബെസ്റ്റ് ചെയ്യുക. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ചെയ്യുക.